ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതീഷിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനിരുദ്ധ് ആ ഫോട്ടോ കൊണ്ടുവന്ന റൂമിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങ് ഇറങ്ങി പോകുന്നതാണ്. അത് കഴിഞ്ഞ് പ്രതീഷ് ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് കണ്ടിട്ട് പ്രതീഷ് പതുക്കെ ഇങ്ങ് ഇറങ്ങി വന്നു. ഇറങ്ങി വരുന്ന പ്രതീഷിനെ കാത്ത് നമ്മുടെ അനിരുദ്ധ് പുറത്തിരിപ്പുണ്ടായിരുന്നു. പുറത്തിരിക്കുന്ന അനിരുദ്ധ് കുറച്ചൊക്കെ ഒരു മയപ്പെട്ട് വരുന്ന പ്രതീഷിനെ കാത്താണ് ഇരിക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങി വന്ന പ്രതീഷ് ഉള്ളിൽ ആ ഒരു ഇതുണ്ടെങ്കിലും പുറത്ത് അനിരുദ്ധിൻ്റെ മുന്നിൽ ഇത് കാണിച്ചില്ല. എന്നിട്ട് അനിരുദ്ധിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് വിളിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ ഇങ്ങനെ നിന്നു. നിനക്കെന്താ ഒരു മാറ്റവും തോന്നുന്നില്ലേ, അല്ലെങ്കിൽ നീ ഒന്നും ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, പലതും ഞാൻ ഓർക്കുന്നില്ല എന്ന് നടിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെയെല്ലാം ഓർമ്മപ്പെടുത്തി വെറുതെ സമയം കളയാനായിട്ട് നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യസമയത്ത് തന്നെ നേടി കിട്ടണം. എൻ്റെ മോളെ എനിക്ക് തന്നിരിക്കണം. അവളോട് കാര്യങ്ങളെല്ലാം സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് എൻ്റെ മോളെ തിരിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. പ്രതീക്ഷ, നീ എന്താ ഇങ്ങനെ? പ്രതീക്ഷ, അവൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണെന്ന് നിനക്കറിയില്ലേ? നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്നാ ചെയ്യും എന്നിങ്ങനെ അനിരുദ്ധ് ചോദിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ എന്താ ഉള്ളത്? എനിക്ക് ആരാ ഉള്ളത്? ഞാൻ എൻ്റെ മോളെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അവളെ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളായിട്ട് അവളോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ എൻ്റെ മോളോടെല്ലാം പറയും. അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ പ്രതീക്ഷ അതും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പാവം നമ്മുടെ അനിരുദ്ധ് വീണ്ടും ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും എങ്ങനെ പോയാലും സ്വരമോളെ പ്രതീക്ഷ കൊണ്ടുപോകുമെന്നുള്ള കാര്യം നമ്മുടെ അനിരുദ്ധിന് ഉറപ്പായി. അങ്ങനെ അവർ അതെല്ലാം സംസാരിച്ചിട്ട് അതങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ പൂജ നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ രഞ്ജിത ഇപ്പോൾ ഈ അനന്യ പറയുന്നത് പോലെ നേരമില്ല കാലവും ഇല്ല, വരുന്നു പോകുന്നു ഇറങ്ങുന്നു അങ്ങനെയൊക്കെ ഒരിത്. അപ്പോൾ സുമിത്രയ്ക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പൂജ ശ്രീനിലയത്തിലുണ്ടായിരുന്ന സമയം മുഴുവൻ രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണ് ആലോചിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂജ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ഇതായത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ രഞ്ജിതാൻറ്റി നല്ലവളാണല്ലോ. നല്ലവളായ രഞ്ജിതാൻറ്റിക്ക് പങ്കജെന്ന് പറയുന്ന ആ മകൻ, പിന്നെ ആ അച്ഛൻ, ഇതൊക്കെ വളരെ എന്താ പറയുക, പൂജയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യമായിട്ടൊക്കെ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പങ്കജിൻ്റെ കോള് വരുന്നത്. പങ്കജിൻ്റെ കോള് വന്നു. പൂജ എടുത്തു. ഹലോ പങ്കജ്, എന്താ? അപ്പോൾ ഇത്രയും ദിവസം സംസാരിച്ചതുപോലെയല്ല, ഇന്നിപ്പോൾ പങ്കജിനോട് സംസാരിക്കാൻ ചെറിയൊരു നാണവും ചെറിയൊരു ഇതൊക്കെ ആയിട്ടാണ് ആശാത്തി ഫോൺ അങ്ങോട്ട് എടുക്കുന്നത്. ഹലോ പൂജ, താനിത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രീനിലയത്തിലുണ്ടെന്ന് പറഞ്ഞു. തന്നോട് മമ്മി ഇന്ന് എന്തൊക്കെയോ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. എന്താ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പോൾ അതിന് പങ്കജിനോട് മമ്മിയൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പം എന്നോട് മമ്മി പറഞ്ഞു, പക്ഷേ തൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനതങ്ങനെ ചോദിച്ചത്. എന്താ മമ്മി പറഞ്ഞതിനോട് തൻ്റെ അഭിപ്രായം എന്നിങ്ങനെ പങ്കജ് ചോദിച്ചപ്പോൾ അത് അഭിപ്രായം ഞാൻ മമ്മിയോട് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. മതി, അല്ല ഞാൻ വെറുതെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ശരി പങ്കജ്, ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാമുകിയുടേതായ ഒരു ചിരിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും അവൾക്ക് സമ്മതമാണെന്ന് ഈ ഒരു സംസാരത്തിലൂടെ പങ്കജിന് വ്യക്തമായി. പങ്കജ് എന്നിട്ട് അന്നേരം തന്നെ അത് രഞ്ജിതയോട് പറയുകയും ചെയ്തു. മമ്മി അവൾ അധികം താമസിക്കാതെ പോസിറ്റീവ് മറുപടിയായിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വരും, മമ്മി നോക്കിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അങ്ങനെ വരുവുള്ളടാ, കാരണം ഞാൻ അങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും വരില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ വിരിച്ച വലയിലെ അവൾ വീണിരിക്കും, അത് 100% ഉറപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുക. അപ്പം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ അനന്യാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ അവിടെ കൊച്ചിനെ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഇത്രയും ദിവസം ചെറിയച്ഛനെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും കൊച്ചിൻ്റെ മുഖത്തില്ല കേട്ടോ. അനന്യ പറഞ്ഞു കൊടുത്തതൊന്നും കൊച്ച് അത്ര ഗൗരവമായിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല. എന്തായാലും നമ്മുടെ സ്വരമോളുടെ ഉള്ളിൽ ഇപ്പോൾ പ്രതീക്ഷനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്നു. അനന്യ എന്നിട്ട് അകത്തേക്കൊന്ന് കയറിപ്പോയി. ഈ സമയത്ത് ഇവരിവിടെ നിൽക്കുക, കൊച്ചും അതുപോലെ സുമിത്രയും അനിരുദ്ധും എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ പ്രതീക്ഷ സ്വരമോളെ എടുക്കുന്നത്. സ്വരമോളെ എടുത്തപ്പോഴേക്കും
കൊച്ചിനും ഭയങ്കര സന്തോഷമായി, പിന്നെ പ്രതീഷിനും ഭയങ്കര സന്തോഷമായി. ഇവനിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ അകത്തേക്ക് പോയി അനന്യ വരുന്ന അനന്യ കാണുന്നത് എന്താ, പ്രതീഷ് കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പറന്നിങ്ങ് വന്നിട്ട് പ്രതീഷിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ അങ്ങ് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി എന്ന് ചോദിച്ചോളൂ കൊച്ചിനോട് രണ്ട് ചാടിയിരും. കൊച്ചന്നേരത്തേനും വല്ലാതായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ വേഗം തന്നെ ഇവരകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പ്രതീക്ഷ നീ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രതീഷിന് ഭയങ്കര സങ്കടമായി. ഇതുപോലത്തെ ഒരുമാതിരി മര്യാദകേട് കാണിക്കേണ്ട കാര്യം ഈ പുള്ളിക്കാരിക്കില്ലല്ലോ. അപ്പോൾ ഭയങ്കര സങ്കടമായി പ്രതീഷിന് എന്നിട്ട് ഒരു രീതിയിൽ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് അനിരുദ്ധ നോക്കി. അപ്പോൾ സ്വയം കുഴി തോണ്ടുകയാണ് അനന്യ എന്നുള്ള കാര്യം പ്രതീക്ഷ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുക. ഞാൻ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്, എൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതൊക്കെ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കൂടെ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പൂജ നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സങ്കടത്താൽ നമ്മുടെ പ്രതീക്ഷും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പ്രതീക്ഷിന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൂജ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെന്നു. ഇവർ കാത്തിരിക്കുമായിരുന്നു പൂജ ചെല്ലുന്നതെന്ന് നോക്കി. അപ്പോൾ പൂജ ചെന്നപ്പോഴേക്കും മോളേന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറന്നു ചെന്ന് സ്നേഹം കൊണ്ട് അങ്ങ് പൊതിവാണ്. അപ്പോൾ മോളെ നീ വന്നോ, നീ വരുമെന്ന് ആൻറ്റിക്ക് അറിയായിരുന്നു, ആൻറ്റി പറഞ്ഞതിനെപ്പറ്റി നീ ആലോചിച്ചോ, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആൻറ്റി പറഞ്ഞതിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആൻറ്റിക്ക് സന്തോഷമായി മോളെ, ആൻറ്റിക്ക് അറിയായിരുന്നു നീ സമ്മതിക്കുമെന്ന്. ഇപ്പം നീ എടുത്ത ഈ ഒരു തീരുമാനം ഉണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും, നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് പൂജയോട് ഇങ്ങനെ പറയുക. എന്നിട്ട് പൂജയെയും പങ്കജിനെയും വിളിച്ചുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് പോകണം. അവിടെ ചെന്ന് അവിടെ കർപ്പൂരമൊക്കെ കത്തിച്ച് ആരതി ഒഴിഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര സ്നേഹപ്രകടനം. അപ്പോൾ ആൻറ്റിയുടെ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ കുറേ ഉമ്മയൊക്കെ കൊടുത്തു. എൻ്റെ മോളെ ഏറ്റവും വലിയ സൗഭാഗ്യവതിയായിരിക്കും, എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല നല്ല നിമിഷങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുന്ന സന്തോഷം. എന്തോ ഭയങ്കരമായിട്ടുള്ള സൗഭാഗ്യം കിട്ടി, ഇതിൽ പരം സൗഭാഗ്യവതി വേറെ ആരുമില്ല, തന്നെ കവിഞ്ഞൊരു സൗഭാഗ്യം ഇനി വേറെ ആർക്കും കിട്ടാനില്ല, അങ്ങനെയൊക്കെ പൂജയുടെ മുന്നിൽ അങ്ങ് പറഞ്ഞ് അവതരിപ്പിച്ച് അങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജയും ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കണം, അങ്ങ് ആകാശത്തിന് മുകളിലേക്ക് കയറണം. അതൊക്കെയാണ് നമ്മുടെ രഞ്ജിത വിചാരിക്കുന്നത്. അങ്ങനെ രഞ്ജിത പിടിച്ച കൊമ്പിനും പിടിച്ച മയിലിന് 3 കൊമ്പെന്ന് പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം രഞ്ജിതയുടെ കൈക്കുള്ളിൽ വന്നു. അങ്ങനെ രഞ്ജിതയും അതുപോലെ ഇവർ 3 പേരും കൂടി സെറ്റ് ചെയ്ത കാര്യങ്ങളിൽ പൂജ തനിയെ വന്ന് വീഴുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവരെ 2 പേരെ ലൈസൻസും കൊടുത്തങ്ങ് തുറന്നങ്ങ് വിട്ടു രഞ്ജിത. അപ്പോൾ രഞ്ജിതയുടെ ലൈസൻസും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനും പൂജയും ഫ്രീ ആയി, ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് ഇവരെ ഒന്ന് കറങ്ങാനൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ ഇവർ പോകുന്ന സമയത്താണ് നമ്മുടെ പ്രതീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രതീഷ് അങ്ങ് കയറി വന്നപ്പോൾ പ്രതീഷിനോട് പ്രതീഷ് ഡ്രൈവറാണല്ലോ, അപ്പോൾ പ്രതീഷിനോട് വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞു ഈ പറയുന്ന നമ്മുടെ രഞ്ജിത. അപ്പോൾ സുമിത്രയ്ക്കിട്ടുള്ള പണിയാവുമല്ലോ. അപ്പോൾ വേണ്ട മമ്മി, ഇപ്പോൾ പ്രതീക്ഷേട്ടൻ ഞങ്ങളുടെ കൂടെ വരണ്ട, ഞങ്ങൾ തനിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വേണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞ് പ്രതീക്ഷ നിർബന്ധിച്ചു. പക്ഷേ പങ്കജ് പറഞ്ഞു വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പങ്കജും പൂജയും കൂടെ തനിച്ച് പോയി. അപ്പോൾ പൂജയും പറഞ്ഞു വേണ്ട പ്രതീക്ഷേട്ടൻ ഞങ്ങളുടെ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഓർത്തു ഇതെന്താ സംഭവമെന്ന്. അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പോൾ പ്രതീക്ഷ ചോദിച്ചു അതെന്താ ഞാൻ ചെല്ലണ്ടെന്ന് അവർ പറഞ്ഞതെന്ന്. അത് പിന്നെ അവരുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ 2 പേർക്കും കൂടി ചിരിച്ചും കളിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രതീഷിനോട് ചെല്ലണ്ടെന്ന് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത പറയാം. പ്രതീഷ് വാ അകത്തേക്ക് ഇരിക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചപ്പോൾ വേണ്ട എനിക്ക് ഡ്യൂട്ടി സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, അന്നേരം ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതും പറഞ്ഞ് പ്രതീഷ് അങ്ങ് പോയി. ശ്രീനിലയത്തിൽ ചെന്ന് കയറുന്ന പ്രതീഷിനെ പിടിച്ചു നിർത്തി നമ്മുടെ സുമിത്ര ഇങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷ പറഞ്ഞു നിങ്ങൾ എന്നെയല്ല പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കേണ്ടത്, നിങ്ങളുടെ പുതിയ മകളെയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുമിത്ര ചോദിച്ചു പൂജ എന്ത് തെറ്റാ ചെയ്തതെന്ന്. അപ്പോൾ പൂജയുടെയും അതുപോലെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് പൂജ പോലും നിങ്ങളെപ്പോൾ സ്നേഹിക്കാത്തല്ലേ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. പൂജയുടെയും പങ്കജിൻ്റെയും വിവാഹം ഉറപ്പിച്ചു, നിങ്ങളത് വല്ലതും അറിഞ്ഞോ? ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷ ചോദിച്ചു. അപ്പോൾ പ്രതീക്ഷ ചോദിച്ചപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര അറിയുന്നത്. അത് അറിഞ്ഞ സുമിത്ര ശരിക്കും ഞെട്ടി കേട്ടോ. കല്യാണം ഉറപ്പിച്ചെന്നോ, നീ എന്തൊക്കെയാണ് പ്രതീക്ഷ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും രഞ്ജിതയാണ് എന്നോട് പറഞ്ഞത് അവരുടെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ള കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ പറഞ്ഞു. സുമിത്രയ്ക്ക് മനസ്സിലായി ചതിയിൽ പൂജ ചെന്ന് പെട്ടു എന്നുള്ളത്. പിന്നെ സുമിത്രയ്ക്കൊരു സമാധാനമല്ല. സുമിത്ര ആകെ തലയ്ക്ക് വട്ടുപിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കാം. കുറേ കഴിഞ്ഞു, നേരെ ഒത്തിരിയായി, പൂജ എന്ത് ചെയ്താൽ വരുന്നില്ല.
വിളിച്ചു നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ പതുക്കെ വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നു. പൂജ അമ്മയെ കണ്ട് വലിയ ചിരിച്ചൊക്കെ കയറി ചെന്നു. പക്ഷേ പൂജയെ കണ്ടപ്പം നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് സുമിത്ര ചോദിച്ചു. അമ്മേ ഞാൻ ഓഫീസിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുക. എന്നിട്ട് സുമിത്രയെ ഒരു ഇതിൽ കൺവിൻസ് ചെയ്യിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സുമിത്രയും പിന്നാലെ ചെന്നു. സുമിത്ര പിന്നാലെ ചെന്നിട്ട് നീ എന്ന് തൊട്ടാണ് എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു. കള്ളം പറയാനോ? ഞാനെന്തിനാ അമ്മയോട് കള്ളം പറയുന്നേ? ഞാൻ അമ്മയോട് കള്ളം പറയാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നീ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്ക് ഈ അമ്മ ഇപ്പോൾ ഒരു അന്യായി മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അതൊക്കെ തോന്നുന്നതാണെന്ന് പറഞ്ഞു. ഒരു തോന്നലുമല്ല. അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ രഞ്ജിതയുടെ ഓഫീസിലെ ജോലി ഇപ്പോൾ ഈ നിമിഷം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇനിയും നീ അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുന്നത് ശരിയല്ല. നീ ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞപ്പം അതെന്താ അമ്മ ഞാൻ ജോലി ഉപേക്ഷിക്കണമെന്ന് അമ്മ പറഞ്ഞത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. തൽക്കാലം എന്തായാലും അവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ മോളെ എന്ന് പറഞ്ഞു സുമിത്ര ഒരു വിളി. അമ്മയ്ക്ക് രഞ്ജിതാൻ്റെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. രഞ്ജിതാൻ്റെ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് കാണാൻ കഴിയില്ലെന്നും എനിക്കറിയാം. എന്ന് കരുതി രഞ്ജിതാൻ്റെ എനിക്ക് വേണ്ടി ചെയ്ത നല്ലതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ. അതുകൊണ്ട് തന്നെ അവരോടൊരു നന്ദികേട് കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ മുഖത്ത് നോക്കി പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര ആകെ തകർന്നു പോയി. സുമിത്രയുടെ മുഖത്ത് നോക്കി പൂജ അങ്ങനെ പറയുമെന്ന് സുമിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ അവിടെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോൾ സുമിത്ര അങ്ങ് പോയപ്പോഴും പൂജയ്ക്ക് ഒരു കൂസലും ഇല്ലാതെ പൂജ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പൂജയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ പങ്കജിനെ വഴിയിൽ പിടിച്ചു നിർത്തി അപ്പു ശരിക്കും പ്രശ്നം ഉണ്ടാക്കുവാണ്. നീ പൂജ ചതിക്കുമല്ലേടാ എന്നൊക്കെ ചോദിച്ചു. അത് എൻ്റെ മിടുക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കജ് പിന്നെ അങ്ങോട്ട് ഉന്തും പിടിയും വലിയും വഴക്കും കാര്യങ്ങളൊക്കെ ആയി മറ്റുള്ളവർ വരുന്നു, പിടിച്ചു മാറ്റുന്നു. അങ്ങനെയൊക്കെ അതങ്ങനെ സീനായി. ഇത് കഴിഞ്ഞ് സുമിത്ര വീട്ടിലിരിക്കുക. സുമിത്രയ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം പൂജയുടെ ജീവിതം അങ്ങനെ അനാഥമാക്കി കളയാനും നായ നക്കാനും സമ്മതിക്കാൻ പാടില്ലല്ലോ. സുമിത്ര എന്നിട്ട് എന്ത് ചെയ്തു? അന്ന് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറി എടുത്ത് കയ്യിൽ പിടിച്ചു. ആ ഡയറി എടുത്ത് കയ്യിൽ പിടിച്ച് നേരെ രഞ്ജിതയുടെ അടുത്തേക്ക് ചെന്ന് രഞ്ജിത അന്നേരം സുമിത്രയെ കളിയാക്കി സംസാരിക്കുക. അതായത് സുമിത്രയുടെ മേൽ രഞ്ജിത വിജയം നേടി എന്നുള്ളത്. അങ്ങനെ രോഹിത് എഴുതിയ ആ നിർണായക തെളിവുമായിട്ട് സുമിത്ര രഞ്ജിതയുടെ വീട്ടിൽ ചെന്ന് രഞ്ജിതയെ തെളിവ് സഹിതമെല്ലാം കാണിച്ചു കൊടുക്കുന്നു. പൂജയെയും സുമിത്രയെയും ചതിക്കാൻ കാത്തു നിൽക്കുന്ന രഞ്ജിതയുടെ കള്ളക്കളികൾ മുഴുവൻ സുമിത്ര അങ്ങ് ആ ഡയറിയുമായിട്ട് ചെന്നങ്ങ് കാണിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അതിനെല്ലാം നമ്മുടെ രോഹിത്തിൻ്റെ ആത്മാവും സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. എന്തായാലും ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കാര്യങ്ങൾ കുറച്ചുകൂടി ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഈ കഥ അവസാനിച്ച് കഴിയുമ്പോൾ പുതിയ കഥ ഏതാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല കഥകൾ ഇനിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി സൺഡേ.